എല്ലാവർക്കും ബ്രില്യൻസ് PSCയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഷാനി. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിനുള്ള സിലബസ് ഓറിയൻറ്റഡ് ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ 3ാമത്തെ ക്ലാസ്സാണ് ഇന്ന്. നേരത്തെ കഴിഞ്ഞ 2 ക്ലാസ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ക്ലാസ്സുകൾ കൂടെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആക്റ്റിലെ ദേശീയ വിവരാവകാശ കമ്മീഷനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ക്ലാസ്സുകൾ കാണാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ദേശീയ വിവരാവകാശ കമ്മീഷൻ. ദേശീയ വിവരാവകാശ കമ്മീഷൻ എന്തിനാണ് ദേശീയ വിവരാവകാശ കമ്മീഷൻ എന്ന് ചോദിച്ചാൽ, ഉദ്യോഗസ്ഥർക്കിടയിൽ അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉത്തരവാദിത്വ ബോധമുണ്ടാക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും വേണ്ടി നിലവിൽ വന്നിട്ടുള്ളതാണ് വിവരാവകാശ കമ്മീഷൻ. ഉദ്യോഗസ്ഥർക്കിടയിൽ അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനു വേണ്ടി വന്നിട്ടുള്ളതാണ് വിവരാവകാശ കമ്മീഷൻ. വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ പ്രസ്ഥാനമാണ് മസ്തൂർ കിസാൻ ശക്തി സംഘ്. വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ പ്രസ്ഥാനമാണ് മസ്തൂർ കിസാൻ ശക്തി സംഘടൻ. ഈ മസ്തൂർ കിസാൻ ശക്തി സംഘടൻ സ്ഥാപിക്കുന്നതിന് നേതൃത്വം കൊടുത്ത വനിതയാണ് അരുണ റോയ്. മസ്തൂർ കിസാൻ ശക്തി സംഘടൻ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിത അരുണ റോയിയാണ്. ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം സ്വീഡനാണ്. ലോകത്തിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം സ്വീഡനാണെങ്കിലും വിവരാവകാശ നിയമം പാസാക്കുന്ന 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ. വിവരാവകാശ നിയമം പാസാക്കുന്ന 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ. വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ വിവരാവകാശ നിയമം പാസാക്കിയത് 1997. അപ്പോൾ വിവരാവകാശ നിയമം ആദ്യമായിട്ട് പാസാക്കിയത് സ്വീഡൻ. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയ 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കിയത് 1997 തമിഴ്നാടാണ്. ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമമാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. വിവരാവകാശ നിയമത്തിൻ്റെ ബിൽ ലോകസഭ പാസാക്കിയത് 2005 മെയ് 11. വിവരാവകാശ നിയമത്തിൻ്റെ ബില്ല് ലോകസഭ പാസ്സാക്കുന്നത് 2005 മെയ് 11. പാർലമെൻറ്റ് ഈ ബില്ല് പാസ്സാക്കിയത് 2005 ജൂൺ 15. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 PSC ചോദിച്ചിട്ടുണ്ട്. ഈ ഡേറ്റ് മറക്കാതെ ഓർത്തു വെക്കണം കേട്ടോ. വിവരാവകാശ നിയമത്തിൽ 6 അധ്യായങ്ങളും 31 വകുപ്പുകളും 2 ഷെഡ്യൂളുകളുമാണുള്ളത്. എത്രയാണ്? 6 അധ്യായങ്ങളുണ്ടായിരിക്കും, 31 വകുപ്പുകളുണ്ടായിരിക്കും, 2 ഷെഡ്യൂളുകളുമാണ് വിവരാവകാശ നിയമത്തിലുള്ളത്. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം അല്ലേ, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആളാണ്. ആര്? മിസൈൽ മാൻ അല്ല, റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആളാണ് APJ
അബ്ദുൽ കലാം. അപ്പോൾ വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതിയാണ് APJ അബ്ദുൽ കലാം. വിവരാവകാശ നിയമം പാസാക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു. വിവരാവകാശ നിയമം പാസാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. അതുപോലെ വിവരാവകാശത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. നമുക്കറിയാം, ഒരു ബില്ല് നിയമമാകണമെങ്കിൽ അതിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചിരിക്കണം. അപ്പോൾ ഇതിൽ ഒപ്പുവെച്ചത് APJ അബ്ദുൽ കലാമാണ്. വിവരാവകാശം രൂപീകരണത്തിന് സ്വാധീനം ചെലുത്തിയ കേസാണ് രാജ് നാരായണൻ വേഴ്സസ് UP കേസ്. വിവരാവകാശ നിയമത്തിന് സ്വാധീനം ചെലുത്തിയ കേസാണ് രാജ് നാരായണൻ വേഴ്സസ് UP കേസ്. അതുപോലെ ഈ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട വകുപ്പ് 19(1)(a) ആണ് അല്ലേ? വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതാന്ന് ചോദിച്ചാൽ വകുപ്പ് 19(1)(a) എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അല്ലേ? അപ്പോൾ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട വകുപ്പ് എന്ന് പറയുന്നത് 19(1)(a) ആണ്. അപ്പോൾ നമുക്കറിയാം 6 സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്ന വകുപ്പാണ് ഏത്? ആർട്ടിക്കിൾ 19. 6 സ്വാതന്ത്ര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മൾ അതിലേക്കും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ടോപ്പിക്ക് തീരില്ല. അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ച ആദ്യ വ്യക്തിയാണ് ഷാഹിദ് റാസ ബർനായി. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ച ആദ്യ വ്യക്തിയാണ് ഷാഹിദ് റാസ ബർനായി. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണെന്ന് ചോദിച്ചാൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ്. വിവരാവകാശ നിയമപ്രകാരം നമുക്ക് വിവരം ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകുന്ന അപേക്ഷയുടെ മറുപടി 30 ദിവസത്തിനകം ലഭിച്ചിരിക്കണമെന്നാണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നമ്മൾ കൊടുക്കുന്ന പരാതിയുടെ മറുപടി 30 ദിവസത്തിനകം നമുക്ക് ലഭിച്ചിരിക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകുന്ന പരാതിയുടെ മറുപടി 35 ദിവസത്തിനകം ലഭിച്ചിരിക്കണമെന്നാണ്. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകുന്ന പരാതിക്കുള്ള മറുപടി 35 ദിവസത്തിനുള്ളിൽ ലഭിക്കണം. ഒരു വ്യക്തിയുടെയോ ജീവനെയോ സ്വത്തിനെയോ ബാധിക്കുന്ന വിവരങ്ങളാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ വിവരം ലഭിച്ചിരിക്കണമെന്നാണ്. ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ ബാധിക്കുന്ന ഒരു കാര്യമാണ് പരാതിയായിട്ട് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ പരാതി കൊടുത്ത് 48 മണിക്കൂറിനുള്ളിലായിട്ട് നമുക്കതിൻ്റെ വിവരം ലഭിച്ചിരിക്കണമെന്നാണ് പറയുന്നത്. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് നൽകേണ്ട അപേക്ഷാ ഫീസ് എന്താണ്? വിവരം ലഭിക്കുന്നതിന് നൽകേണ്ട അപേക്ഷാ ഫീസ് അല്ലെങ്കിൽ 10 രൂപയുടെ കോഡ് ഫീ സ്റ്റാമ്പ് പതിച്ച അപേക്ഷയാണ് എന്തിന് കൊടുക്കേണ്ടത്? നമ്മൾ വിവരാവകാശ നിയമത്തിന് വിവരം ലഭിക്കുന്നതിന് നൽകേണ്ട അപേക്ഷ എന്ന് പറയുന്നത് ഫീസ് അല്ലെങ്കിൽ ഫോമിൽ ഒട്ടിക്കേണ്ട കോഡ് സ്റ്റാമ്പിൻ്റെ മൂല്യം 10 രൂപയാണ്. അതായത് 10 രൂപയുടെ കോർട്ട് സ്റ്റാമ്പ് പതിച്ച അപേക്ഷയാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്. സെക്ഷൻ 7(5) പ്രകാരം ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഉള്ളവർക്ക് വിവരം സൗജന്യമായിട്ടാണ് ലഭിക്കുന്നത്. സാധാരണക്കാർക്കാണെങ്കിൽ 10 രൂപയുടെ കോഡ് ഫീ സ്റ്റാമ്പ് പതിച്ച അപേക്ഷ സമർപ്പിക്കണം. അതേപോലെ തന്നെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഉള്ളവർക്കാണെങ്കിൽ സൗജന്യമാണ്, ഫീസില്ല. ഒരു അപേക്ഷയിലൂടെ ഒന്നിലധികം വിവരങ്ങൾ ലഭിക്കാൻ ആവശ്യപ്പെടാവുന്നതാണ്. നമ്മളൊരു അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ ഒരു കാര്യം മാത്രം അതിൽ ആഡ് ചെയ്താൽ പോരാ എന്നല്ല, മീൻസ് നമുക്ക് ഒന്നിലധികം കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ അതെല്ലാം അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്.
ഒരു അപേക്ഷയിലൂടെ ഒന്നിലധികം വിവരങ്ങൾ ലഭിക്കുവാൻ ആവശ്യപ്പെടാവുന്നതാണ്. സമയപരിധിക്കുള്ളിലെ ശരിയായ വിവരം നൽകുന്നതിന് വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട തുക എന്ന് പറയുന്നത് ഒരു ദിവസത്തേക്ക് 250 രൂപയോ പരമാവധി 25,000 രൂപ വരെയോ ആണ്. അതായത് സമയപരിധിക്കുള്ളിൽ നമുക്കൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ഏത് പരാതിയാണോ കൊടുക്കുന്ന ആ പരാതിയുടെ സ്വഭാവം അനുസരിച്ച് നമുക്ക് ടൈമിംഗ് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അത്രയും സമയത്തിനുള്ളിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ പിന്നെ വിവരം നൽകാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ജോലിയിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അവരടക്കേണ്ട തുക എന്ന് പറയുന്നത് ഒരു ദിവസം 250 രൂപയാകാം, അല്ലെങ്കിൽ 25,000 രൂപ വരെയുമാകാം. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തെ പ്രസ്തുത ഓഫീസിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ടുമുകളിലുള്ള ഉദ്യോഗസ്ഥനാണ് അപ്പീൽ നൽകേണ്ടത്, അല്ലേ? അതായത് നമ്മൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഒരു പരാതി നൽകി, അതിൻ്റെ തീരുമാനം അദ്ദേഹം പറഞ്ഞു. ആ തീരുമാനത്തോട് നമുക്ക് യോജിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ നമ്മൾ അപ്പീലിന് പോകും, അല്ലേ? അപ്പീലിന് പോകുമ്പം ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് തൊട്ടുമുകളിലുള്ള ആളെടുത്തേക്കാണ് നമ്മൾ അപ്പീലിന് പോകുന്നത്. അതുപോലെ തന്നെ ഒന്നാമത്തെ അപ്പീൽ നൽകേണ്ടത് മറുപടി ലഭിച്ച അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് 30 ദിവസത്തിനുള്ളിലാണ്. ഒന്നാമത്തെ അപ്പീൽ നമ്മൾ കൊടുക്കേണ്ടത്, നമുക്ക് മറുപടി ലഭിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 30 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കണം എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ ഈ 30 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിച്ചിട്ടില്ല എങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പീലിന് പോകണം. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ടു മുകളിലുള്ള ആളുടെ അടുത്തേക്കാണ് നമ്മൾ അപ്പീൽ പോകുന്നത്. രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷനാണ്. സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷനാണ് രണ്ടാമത്തെ അപ്പീൽ സമർപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷനാണ്. ഒന്നുകിൽ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷന് അല്ലെങ്കിൽ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷനാണ് അപ്പീൽ സമർപ്പിക്കേണ്ടത്. ഈ രണ്ടാമത്തെ അപ്പീൽ 30 ദിവസത്തിനുള്ളിൽ പോകണം എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ അപ്പീൽ 30 ദിവസത്തിനുള്ളിൽ കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. അപേക്ഷിക്കുന്ന തീയതി മുതൽ 20 വർഷം മുൻപ് വരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത്. അപേക്ഷിക്കുന്ന തീയതി മുതൽ 20 വർഷം മുൻപ് വരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത്. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഒഴികെ മറ്റൊരു കോടതിക്കും വിവരാവകാശ നിയമത്തിൽ കൈകടത്താൻ പാടില്ല. സുപ്രീം കോടതിക്കും ഹൈക്കോടതിയും ഒഴികെ മറ്റൊരു കോടതിക്കും വിവരാവകാശ നിയമവുമായി സംബന്ധിച്ച കേസുകളിൽ ഏർപ്പെടാൻ അധികാരമില്ല. ഇനി നമ്മൾ വിവരാവകാശത്തിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കിട്ടുന്ന ആൻസർ ഒരു A4 ഷീറ്റ് അല്ലെങ്കിൽ A3 പേജിലോ ആണ് വിവരം ലഭിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ 1-ന് 3 രൂപ നൽകണം. 1-ന് 3 രൂപ. ഇനി അങ്ങനെയല്ല ഡിസ്ക് അല്ലെങ്കിൽ ഒരു ഫ്ലോപ്പിയൊക്കെ ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ ഡിസ്കിന് നമ്മൾ എത്ര രൂപ കൊടുക്കണം? 75 രൂപ കൊടുക്കണം കേട്ടോ. ഡിസ്ക് അല്ലെങ്കിൽ ഫ്ലോപ്പി എന്നിവയിൽ വിവരം ലഭിക്കാൻ ഡിസ്കിന് 75 രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത്. വിവരം നേരിട്ട് പരിശോധിക്കുന്നതിന് ആദ്യത്തെ 1 മണിക്കൂർ സൗജന്യവും തുടർന്നുള്ള ഓരോ 30 മിനിറ്റും 10 രൂപ വീതം നൽകേണ്ടതാണ്. വിവരം നേരിട്ട് പരിശോധിക്കുന്നതിന് ആദ്യത്തെ 1 മണിക്കൂർ സൗജന്യമാണ്. തുടർന്നുള്ള ഓരോ മിനിറ്റിനും 10 രൂപ വീതം നൽകേണ്ടതാണ്. അതുപോലെ തന്നെ വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുന്ന വിവരങ്ങളാണ് എന്തൊക്കെ? ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, സർക്കുലറുകൾ, ഉപദേശങ്ങൾ, കരാറുകൾ, ലോങ് ബുക്ക്, സാമ്പിളുകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ, സ്ഥിതി വിവര കണക്കുകൾ അല്ലെങ്കിൽ മെമ്മോകൾ, ഉത്തരവുകൾ, റിപ്പോർട്ടുകൾ, പത്രക്കുറിപ്പ്, മാതൃക, പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച
വിവരങ്ങൾ. ഇത്രയുമാണ് വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുന്ന വിവരങ്ങൾ. ഒരിക്കൽ കൂടി നോക്കാം. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, സർക്കുലറുകൾ, ഉപദേശങ്ങൾ, കരാറുകൾ, ലോങ് ബുക്ക്, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ, സ്ഥിതിവിവര കണക്കുകൾ, മെമ്മോകൾ, ഉത്തരവുകൾ, റിപ്പോർട്ടുകൾ, പത്രക്കുറിപ്പ്, മാതൃക, ഇവയൊക്കെയാണ് നമുക്ക് ലഭിക്കേണ്ട വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ വിവരാവകാശ നിയമം നമ്മൾ പറഞ്ഞു 2005 ഒക്ടോബർ 12 നിലയിൽ വന്നതെന്ന് നമ്മൾ ആദ്യമേ പഠിച്ചു. അപ്പോൾ വിവരാവകാശ നിയമം ഭേദഗതി ചെയ്തത് 2019. ഈ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ജിതേന്ദ്ര സിംഗ് ആണ്. ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിച്ചത്. ലോക്സഭ ബില്ല് പാസ്സാക്കിയത് 2019 ജൂലൈ 22. ലോകസഭ ഈ ബില്ല് പാസ്സാക്കിയത് 2019 ജൂലൈ 22. രാജ്യസഭ പാസ്സാക്കിയത് 2019 ജൂലൈ 25. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 1. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 1 രാഷ്ട്രപതി ഒപ്പുവെച്ചത്. വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ചില സംഗതികളിൽ നിന്ന് നമുക്കൊരു വിവരം ലഭിക്കൂല. അപ്പോൾ അങ്ങനെ ഒഴിവാക്കപ്പെട്ട സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് വിവരാവകാശത്തിന് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട കാര്യങ്ങൾ. 1. ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തെയും ബാധിക്കുന്ന കാര്യങ്ങൾ, അല്ലേ? ഭാരതത്തിൻ്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തെയും ബാധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ലഭിക്കുകയില്ല. അതുപോലെ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളും നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ലഭിക്കില്ല. വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയായവ. വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയായവ. വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം. വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നതായിരിക്കില്ല. ഇനി വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട സ്ഥാപനങ്ങൾ കേട്ടോ. വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട സ്ഥാപനങ്ങൾ. 1. ഇൻ്റലിജൻസ് ബ്യൂറോ. 2. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ്. നെക്സ്റ്റ് സെൻട്രൽ എക്കണോമിക് ഇൻ്റലിജൻസ് ബ്യൂറോ, ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ്, അതുപോലെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, ഏവിയേഷൻ റിസർച്ച് സെൻറ്റർ, ബോർഡ് സെക്യൂരിറ്റി ഫോഴ്സ്. ഏവിയേഷൻ റിസർച്ച് സെൻറ്റർ, ബോർഡ് സെക്യൂരിറ്റി ഫോഴ്സ്, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, ഇന്ത്യൻ ടിബറ്റൻ ബോർഡർ പോലീസ്, നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, സശസ്ത്ര സീമാബൽ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, ഡയറക്ടർ ജനറൽ ഇൻകം ടാക്സ്. ഇത്രയും സ്ഥാപനങ്ങൾ വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ളതാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ ഒരധ്യക്ഷനും 10-ൽ കവിയാത്ത അംഗങ്ങളും. 10-ൽ കവിയാത്ത അംഗങ്ങളും. ഇനി ഇവിടെയുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ നമ്മൾ നേരത്തെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പഠിച്ചിരുന്നു അല്ലേ? അവിടുത്തെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഒരു സെലക്ഷൻ കമ്മിറ്റിയാണെന്ന്. അതുപോലെ തന്നെ ഇവിടെയും അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഒരു സെലക്ഷൻ കമ്മിറ്റിയാണ്. അതിൽ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വൺ ആരായിരുന്നു? പ്രധാനമന്ത്രി. നെക്സ്റ്റ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ്,
പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി അല്ലേ? ആരൊക്കെ അംഗങ്ങൾ ഉണ്ടാവുക സെലക്ഷൻ കമ്മിറ്റിയിൽ? ഒന്ന് പ്രധാനമന്ത്രി ഉണ്ടായിരിക്കും, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കും, പിന്നെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയും കൂടെ ഉണ്ടായിരിക്കും. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും, അതായത് ദേശീയ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. സത്യപ്രതിജ്ഞ ചെല്ലുന്നത് പ്രസിഡന്റിന് മുൻപാകെയാണ് കേട്ടോ. സത്യപ്രതിജ്ഞ ചൊല്ലുന്നത് പ്രസിഡന്റിന് മുൻപാകെ. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം CIC ഭവനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം CIC ഭവൻ. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തിയാണ് വജാഹത്ത് ഹബീബുള്ള. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അധ്യക്ഷനായ ആദ്യത്തെ വ്യക്തിയാണ് വജാഹത്ത് ഹബീബുള്ള. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇതിൽ നമുക്ക് ഒരൊറ്റ ടോപ്പിക്കേ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. വിവരാവകാശം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് തന്നെ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും നമുക്ക് നാളെ കാണാം. ഓക്കെ.